കർക്കിടക 31 വീഡിയോ ആണ്, ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ രാമായണം ഇന്ന് വായിച്ചു തീർക്കണം എന്നുള്ള ആഗ്രഹം കാരണം ഞാൻ കാലത്ത് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടിച്ചോരം തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 ദിവസം രാമായണം വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഇത്ര അധികം ഇങ്ങനെ നമുക്ക് നേരത്തെ എണീറ്റിരുന്ന് കുറേ നേരം വായിക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം കാരണം ഞാൻ നേരത്തെ എണീറ്റിരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 29, 30, 31 എനിക്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ 29 ഞാൻ പകുതി വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമായണം തുടങ്ങിക്കഴിഞ്ഞ് അത് വായിച്ച് നിർത്തണം, അല്ലാതെ അത് പകുതി വെച്ച് നിർത്താൻ പാടില്ല എന്നാട്ടോ പറയാറുള്ളത്. അപ്പോൾ രാമായണം അതേപോലെ തന്നെ ചിങ്ങമാസം കഴിയുന്നതിനുള്ളിൽ വായിച്ചു തീർത്താലും മതി. അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ തീർക്കണം എന്നുള്ളൊരാഗ്രഹം കാരണം ഞാൻ ഇരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് മുക്കുറ്റി വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കർക്കിടക 31 ആയത് കാരണം അവസാനത്തെ മുക്കുറ്റി കുറിയാണ് കേട്ടോ ഈ വർഷത്തെ. അങ്ങനെ കുറി തൊട്ട് കഴിഞ്ഞത് ചോറ് വാർത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ചെണ്ടുമല്ലിയും ചെമ്പരത്തിയും മുക്കുറ്റിയും തുളസിയൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് കഴിക്കാനായിട്ട് ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയുടെ കൂടെ സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ദോശയിൽ ഇങ്ങനെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടി ദോശയാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ ഇത് ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഏട്ടനും പൊന്നമ്പിളിക്കൊന്നും നെയ്യ് ഇഷ്ടമല്ല, നെയ്യും ബട്ടറൊന്നും അവർ കഴിക്കില്ല കേട്ടോ. എനിക്ക് മാത്രമേ അത് ഇഷ്ടമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ ദോശയായിരുന്നു. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ദോശ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കറിയില്ലെങ്കിലും സൂപ്പറായിട്ട് ഇങ്ങനെ വെറുതെ ആണെങ്കിലും കടിച്ചു കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ. ബൈ.